സിനിമാ മേഖലയിലെ സ്ത്രീകൾ സംഘടിക്കാൻ സമയമായെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് കെ ഹേമലത പറയുന്നു. മലയാള സിനിമാ മേഖലയിലെ ആളുകളെ സംഘടിപ്പിക്കാൻ CITU സംസ്ഥാന ഘടകം ശ്രമിക്കുമെന്ന് കെ ഹേമലത 24നോട് പറഞ്ഞു. പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെന്നും ഹേമലതയ്ക്ക് അഭിപ്രായമുണ്ട്. We feel from CITU that it is time that the women in the film industry also get organized and they raise these issues, and the governments also listen. These workers, particularly the junior artists, hairdressers and those other sections who are employed in other types of jobs, technical jobs, etc., they need to be organized and their demands has to be raised. Definitely CITU will try for that. Challenges, one is about their security, their jobs, their earnings, etc. And anybody who is raising these issues, they may be targeted and they may lose their earnings also. So that was one of the reason many people are not coming to raise these issues. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി വരുന്നു. കെ ഹേമലതയുമായി ബൽറാമാണ് സംസാരിച്ചത്. ഗുഡ് മോർണിംഗ് ബൽറാം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ മേഖലയിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലെത്തുന്ന ആദ്യ വനിതയാണ് കെ ഹേമലത. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലെ ലൈംഗിക പീഡനങ്ങൾക്കൊപ്പം തന്നെ പ്രധാനമായി ചൂണ്ടിക്കാണിച്ച ഒരു വിഭാഗം കരാർ ലംഘനങ്ങൾ അടക്കമുള്ള മേഖലയാണ്. ഇക്കാര്യത്തിലാണ് ഹേമലത സംസാരിച്ചത്. പ്രധാനമായും ഈ റിപ്പോർട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഒരുമിച്ച് ശബ്ദമുയർത്താൻ സമയമായി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അടക്കമുള്ള സിനിമാ മേഖലയിൽ ഈ വിവിധ തൊഴിലാളികളെ, ജീവനക്കാരെ സംഘടിപ്പിക്കുന്നതിനായി CITU മുൻകൈ എടുക്കും എന്നും അവർ വ്യക്തമാക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് CITUവിൻ്റെ സംസ്ഥാന ഘടകമായിരിക്കും ഇവരെ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. നിലവിൽ ദേശീയ തലത്തിൽ ബംഗാളിൽ മാത്രമാണ് CITU അംഗീകാരമുള്ള ഒരു സംഘടനയുള്ളത്. അതാകട്ടെ സിനിമ, സീരിയൽ അഭിനേതാക്കളുടേതാണ് ആ സംഘടന. മറിച്ച് മറ്റ് സാങ്കേതിക മേഖലയിലുള്ളവർ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നിവരെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും CITUവിൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ രാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുകേഷ് ആണെന്നും ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ സുതാര്യമായ അന്വേഷണം നടത്തി ഈ പരാതിയുടെ വാസ്തവം കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കേണ്ടത് ആണം എന്നുള്ളതാണ് തൻ്റെ നിലപാട് എന്നുമാണ് കെ ഹേമലത വ്യക്തമാക്കിയത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.